ദേശീയ തലത്തിൽ അണ്ടർ 17 ആൺകുട്ടികളുടെ 400 മീറ്റർ റിലേയിൽ ഒന്നാം സ്ഥാനം നേടി അക്ഷജ്. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അക്ഷജ്. പഠന പഠ്യേതര വിഷയങ്ങളിൽ എല്ലാം മികവ് പുലർത്തുന്ന വിദ്യാലയം നാടിന് തന്നെ അഭിമാനമാവുകയാണ്. സാനു കെ സജീവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മളെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിലുള്ള സരസ്വതി വിദ്യാനികേതനിലാണ്. ഇവിടെ ഒരു കൊച്ചുമിടുക്കനുണ്ട്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആള് ഒരു പുലിയാണ്. പുലി എന്നല്ല, പുപ്പുലിയാണെന്ന് വേണം പറയാനായിട്ട്. അതായത് ഇന്ത്യയിൽ ഈ കായികമേളകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്ന SGF മത്സരത്തിൽ വിദ്യാഭാരതിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ 1ാം സ്ഥാനം തേടിയിട്ടുള്ള അക്ഷജ് നമ്മളോടൊപ്പം ഉണ്ട്. ഈ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈ കായിക രംഗത്തൊക്കെ വലിയ നേട്ടങ്ങളുമായിട്ടാണ് ആൾ നിൽക്കുന്നത്. ഇപ്പോൾ 1ാം സ്ഥാനം നേടി നിൽക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരമൊക്കെ നടന്ന്? മത്സരമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് നടത്താൻ പറ്റിയോ? മത്സരമൊക്കെ നന്നായിട്ട് നടത്താൻ പറ്റി. നാല് ദിവസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്ത് തോന്നുന്നു? ഈ ഒരു 1ാം സ്ഥാനമൊക്കെ നേടി ദേശീയ തലത്തിൽ 1ാം സ്ഥാനമൊക്കെ നേടി നിൽക്കുകയാണ്. എന്താണ് ഇപ്പോൾ തോന്നുന്ന ഒരു സന്തോഷം തോന്നുന്നുണ്ടോ? സന്തോഷമുണ്ട്, പിന്നെ അഭിമാനം തോന്നുന്നുണ്ട്. ഇത് നേരത്തെ തൊട്ട് ഇതിനൊരു പരിശീലനമൊക്കെ, അതായത് ഈ ഒരു റിലേക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനമൊക്കെ അത് എവിടെ നടത്തിയത്? നമ്മുടെ സ്കൂളിൽ തന്നെയാണോ നടത്തിയത്, അതോ അതിന് പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു? സ്കൂളിൽ തന്നെ ഗ്രൗണ്ട് സ്കൂളിൽ നടത്തി. അപ്പം എത്ര നാളായിട്ട് ഇത് പരിശീലിക്കുന്നുണ്ട്? ഈ ഒരു റിലേ പരിശീലിക്കുന്നുണ്ട്? മറ്റേതെങ്കിലും തരത്തിലുള്ള കായിക മേഖലയിലൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ടോ? ഞാൻ 110 മീറ്റർ ഹഡിൽസ് പങ്കെടുത്തിരുന്നു. ദേശീയ തലത്തിൽ 5ാം സ്ഥാനം ഉണ്ടായിരുന്നു. റിലേയിൽ 1ാം സ്ഥാനം കിട്ടി. റിലേയിൽ നേരത്തെ തന്നെ മത്സരിച്ചിട്ടുണ്ടോ, അതോ ആദ്യമായിട്ടാണോ ഇക്കുറി മത്സരിക്കുന്നത്? ആദ്യമായിട്ടല്ല, നേരത്തെ മത്സരിച്ചിട്ടൊക്കെ ഉണ്ട്. ദേശീയ തലത്തിൽ ഈ റിലേക്ക് നേരത്തെ മത്സരിച്ചിട്ടുണ്ടോ, അതോ ദേശീയ തലത്തിൽ ആദ്യമായിട്ടാണോ നമ്മൾ ഈ മത്സരത്തിലേക്ക് പോകുന്നത്? ദേശീയ തലത്തിൽ ആദ്യമായിട്ടാണ് പോണേ. ഫസ്റ്റ് ടൈമാണ് ആദ്യമായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നമ്മളെ ഇങ്ങനെ ഒരു പരിശീലിപ്പിച്ചെടുക്കുകയൊക്കെ ചെയ്യുക. ദേശീയ തലത്തിലൊക്കെ മത്സരം എന്ന് പറയുമ്പോഴത്തേന് വലിയ ടഫായിട്ടുള്ള കോമ്പറ്റീഷനാണ്. അതിനുവേണ്ടി നമ്മളെ ആരാണ് ഇത്ര നല്ല പരിശീലനമൊക്കെ തന്ന് തയ്യാറാക്കിയത്? പരിശീലനം എൻ്റെ PT സാർ, വിജു സാറാണ്. ആളെ നല്ല രാവിലെയൊക്കെ വന്നിട്ട് പരിശീലനമൊക്കെ തന്നായിരുന്നു. നല്ല രീതിയിലുള്ള പരിശീലനം കിട്ടി. ഈ പഠനത്തോടൊപ്പം കായിക രംഗത്തുള്ള ഇത് രണ്ടും കൂടെ ഒന്നിച്ചാണോ കൊണ്ടുപോകുന്നത്? അല്ലോ അതിന് പ്രത്യേക സമയമൊക്കെ നമ്മൾ കണ്ടെത്തി രാവിലെ നേരത്തെ സ്കൂളിലൊക്കെ തുടങ്ങുന്നേക്കാളും അതിരാവിലെ വന്നിട്ട് പരിശീലിക്കുമോ, അതോ ക്ലാസ് കഴിഞ്ഞുള്ള സമയങ്ങളിലാണോ നമ്മൾ അതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്? ക്ലാസ് കഴിഞ്ഞിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. എന്തായാലും അക്ഷജിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിന് തന്നെ അച്ഛനോട് നമുക്ക് ചോദിക്കാം. എന്തായിരുന്നു, എത്ര നാളായിട്ട് മകൻ ഈ ഒരു കായിക മേഖലയിലൊക്കെ ഈ ഒരു അഭിരുചി ഉണ്ടെന്ന് നമ്മൾ എന്നാണ് തിരിച്ചറിഞ്ഞത്? LKG മുതൽ വിദ്യാർത്ഥികളുടെ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്നോട്ട് നമ്മൾ ഈ കായികമേളയിൽ പങ്കെടുക്കാറുണ്ട്. സ്കൂളിലും പ്രൈമറി തലത്തിലും, പിന്നെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഈ സരസ്വതി വിദ്യാർത്ഥി വന്നിട്ട് ഫുട്ബോളിലും എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കായികാധ്യാപകൻ വിജു സാറും പിന്നെ ഇവിടുത്തെ പ്രിൻസിപ്പൽ സാറും എല്ലാം ഇതിന് മേൽനോട്ടം വഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര നാളായിട്ട് മകന് അത് കുഞ്ഞുനാൾ തൊട്ട് ഈ ഒരു മേഖലയിൽ വലിയൊരു അഭിരുചിയുണ്ട്? അന്നപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തൊട്ട് അതിനുവേണ്ടി പരിശീലനം കൊടുത്തോളൂ? സ്കൂളിലെ അധ്യാപകരാണ് കൂടുതൽ പരിശീലനം കൊടുത്തത്. അതിൻ്റെ എത്തിക്കാനാണ് നമ്മൾ പരിശ്രമിച്ചിട്ടുള്ളത്. ദേശീയ തലത്തിൽ മകനുണ്ടായിരിക്കുന്ന നേട്ടം അത് എത്രത്തോളം സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് ഒരു അച്ഛൻ എന്നുള്ളതിൽ? അത് അതീവ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൻ്റെ അതിലും അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും അക്ഷജിൻ്റെ അമ്മയും കൂടെ നമ്മൾക്കൊപ്പം ചേരുകയാണ്. ഈ ഒരു മകൻ്റെ ഒരു നേട്ടം, അതായത് ഈ കുഞ്ഞുനാൾ തൊട്ട് മകൻ്റെ ഈ ഒരു അഭിരുചി ആദ്യം കണ്ടിട്ടുണ്ടാവുക അമ്മയായിരിക്കുമല്ലോ. അപ്പം എങ്ങനെയുണ്ട് ഈ പരിശീലനം, പഠനം, അതൊക്കെ എങ്ങനെയൊക്കെയാണ് പോകുന്നത്? പരിശീലനത്തിനൊക്കെ രാവിലെയൊക്കെ എഴുന്നേക്കാൻ അങ്ങനെ മടിയൊന്നുമില്ല. പിന്നെ വൈകുന്നേരമൊക്കെ പഠിച്ചോളും. ഈ പഠനത്തോടൊപ്പം തന്നെ കായിക മേഖലയിലും പുള്ളി നല്ല രീതിയിൽ മുന്നേറുകയാണ്. അതെ അതെ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ കായിക അധ്യാപകൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു സ്കൂളാകുമ്പോൾ അവിടുത്തെ കുട്ടികൾക്കൊക്കെ കായിക പരിശീലനം കൊടുക്കുന്നതിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നവരാണ് ഈ കായിക അധ്യാപകർ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ഏറ്റവും അധികം താല്പര്യവും ഇഷ്ടമൊക്കെ ഈ കായിക അധ്യാപകരോടായിരിക്കും ഉണ്ടാവുക. കാരണം ആ സമയം, അതായത് ഈ ഒരു ഇടവേള കിട്ടുമ്പോൾ സാറിനെ വന്ന് വിളിച്ചുകൊണ്ട് പുറത്തു പോകുക, അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് എല്ലാ സ്കൂളിലും അല്ലെ എല്ലാ കുട്ടികളും എല്ലാ കാലത്തും ചെയ്യുന്ന ഒരു രീതിയാണ്. എങ്ങനെയാണ് ഈ പരിശീലന കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ ദേശീയ തലത്തിൽ നമ്മൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഈ സ്കൂൾ മറ്റ് കായികമേളകളിൽ അല്ലെ ദേശീയ തലത്തിലേക്കൊക്കെ പോയിട്ടുണ്ടോ, മറ്റേതെങ്കിലും ഇവന്റുകളിൽ? ഫുട്ബോൾ മത്സരത്തിൽ ഇതിനു മുമ്പ് നമ്മൾ 2 തവണ പങ്കെടുത്തിട്ടുണ്ട്. യോഗയിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ മറ്റു വിദ്യാർത്ഥികളും ഇതിനു മുമ്പ് SGF മത്സരത്തിൽ പങ്കെടുത്ത് സെമി ഫൈനൽ വരെയൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ രാവിലെ ഒരു 6 മണി തൊട്ട് 6:30 തൊട്ട് 8 മണി വരെയാണ് പരിശീലനം വയ്ക്കാറ്. പിന്നെ ഈവനിങ് സെക്ഷനും. പിന്നെ തുടർച്ചയായിട്ട് നമ്മൾ തന്നെയാണ് തൃശ്ശൂർ ജില്ലയിൽ ഓവറോൾ വിദ്യാനികേതൻ്റെ വിദ്യാലയങ്ങളിൽ ഓവറോൾ വരുന്നതൊക്കെ. അതായത് കുട്ടികൾക്ക്, അതായത് കായിക മേഖലയിലേക്ക് എത്തണം എന്ന് നമ്മൾ കരുതിക്കൊണ്ട് കൃത്യമായിട്ടുള്ള പരിശീലനം കുട്ടികൾക്ക് ഇവിടെ നൽകുന്നുണ്ടല്ലേ? നൽകുന്നുണ്ട്. അവരുടെ അഭിരുചി അനുസരിച്ചിട്ടാണ്. അക്ഷജ് എന്ന് പറഞ്ഞ ആൾ ഫുട്ബോൾ പ്ലെയറും കൂടിയാണ്.
അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് ഇപ്പോൾ അത്ലറ്റിക്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റ് കുട്ടികളൊക്കെ ഇത് അതായത് അക്ഷജ് കൂടാതെ മറ്റേതെങ്കിലും കുട്ടികളൊക്കെ മറ്റാരെങ്കിലും ഒക്കെ ദേശീയ തലത്തിൽ മത്സരത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഒരു ബാലമുരളി, അതായത് വിദ്യാഭാരതിയുടെ 100 മീറ്റർ മത്സരത്തിൽ റെക്കോർഡ് ബാലമുരളിയുടെ പേരിലായിരുന്നു. അത് നമ്മുടെ കുട്ടി തന്നെയാണ്. പിന്നെ അതുപോലെ 5-8 കുട്ടികൾ അത്ലറ്റിക്സിലും, ഒരു 36 കുട്ടികളോളം ഫുട്ബോളിലും പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 കുട്ടികളോളം യോഗ ഇതിലും ദേശീയ തലത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കുട്ടികളെ പ്രത്യേകം തിരഞ്ഞെടുക്കാറുണ്ടോ? അതായത് ഈ കായികമേളകളിലൊക്കെ പങ്കെടുക്കാനല്ല അതിനോട് താല്പര്യമുള്ള കുട്ടികളെ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ട് അവർക്ക് കൂടുതൽ പരിശീലനങ്ങൾ കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ അവലംബിക്കാറുള്ളത്. അതെ, താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി ഇവിടെ സ്പോർട്സ് മീറ്റിനോടനുബന്ധിച്ച് സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്നു. തീർച്ചയായിട്ടും കായിക അധ്യാപനം വ്യക്തമാക്കിയതുപോലെ തന്നെ അല്പം മുമ്പ് അക്ഷജ് വ്യക്തമാക്കിയതുപോലെ തന്നെ അതായത് സ്കൂളിലെ കായികമേളയ്ക്കും അല്ലെ വിനോദത്തിനും അതേപോലെ തന്നെ കായികമേളകൾക്കും അതേപോലെ പഠനത്തിനുമൊക്കെ വലിയ മുൻതൂക്കം നൽകി മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാലയമാണ് സരസ്വതി വിദ്യാനികേതൻ. എന്തായാലും അക്ഷജ് മാത്രമല്ല, നിരവധി കുട്ടികൾ ഈ കായികമേളയിൽ പങ്കെടുക്കുന്നവരുണ്ട്, സമ്മാനം നേടിയവരുണ്ട്, നിരവധി പുരസ്കാരങ്ങളൊക്കെ നേടി ദേശീയ തലത്തിലൊക്കെ മത്സരിച്ച നിരവധി കുട്ടികളുണ്ട്. എന്തായാലും ഈ നേട്ടത്തിൽ വലിയൊരു സന്തോഷത്തിലാണ് വിദ്യാലയമുള്ളത്. അതേപോലെ തന്നെ വരും വർഷങ്ങളിൽ ഇനിയുള്ള നാളുകളിലുമൊക്കെ കൂടുതൽ വിദ്യാർത്ഥികളെ ഈ ഒരു ദേശീയ തലത്തിൽ അടക്കം മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പരിശീലനവും അതിനു വേണ്ടിയിട്ടുള്ള പഠനവും ഒക്കെ നൽകും എന്ന് തന്നെയാണ് സ്കൂള് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ VM മനുകൃഷ്ണയ്ക്കൊപ്പം സാനു കെ സജീവ്, ജനം, തൃശ്ശൂർ.